Hi dears, welcome to my YouTube channel. Standard 8 Social Science 6th Chapter Resource Utilization and Sustainability എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 4 വീഡിയോയാണിത്. പാർട്ട് 1, 2 and 3 വീഡിയോസ് കാണാത്തവർ അത് കാണുക. ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യയിലെ ഉൽപ്പാദന വ്യവസായങ്ങളെക്കുറിച്ച് പഠിച്ചു. ഈ വീഡിയോയിൽ ഉൽപ്പാദന വ്യവസായങ്ങൾ ഉണ്ടാക്കുന്ന സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, സോഷ്യൽ ആൻഡ് എൻവിറോൺമെൻ്റൽ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കാം. നോക്കൂ കുട്ടികളെ, ഈ ആദ്യ പേജിൽ തന്നെ കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. സോഫ്റ്റ് ഡ്രിങ്ക് ഇൻഡസ്ട്രി, വാട്ടർ സ്കേഴ്സിറ്റി ഈസ് ഗെറ്റിംഗ് വേഴ്സ്. ശീതള പാനീയ വ്യവസായം, ജലദൗർലഭ്യം രൂക്ഷമാകുന്നു. സ്മോക്കി ഡൽഹി, പീപ്പിൾസ് ലിവ്സ് ബിക്കം ഡിഫിക്കൽട്ട്. പുക നിറഞ്ഞ് ഡൽഹി, ജനജീവിതം ദുസ്സഹമാകുന്നു. One of the largest slums in the world is situated in Mumbai city. ലോകത്തിലെ ഏറ്റവും വലിയ ചേരികളിലൊന്ന് മുംബൈ നഗരത്തിൽ. പോയ്സണസ് യമുന റിവർ, വിഷലിപ്തമായി യമുന നദി. ന്യൂസ് ഹെഡ്ലൈൻസിൽ എന്തെല്ലാം പ്രോബ്ലംസിനെയാണ് മെൻഷൻ ചെയ്യുന്നത്? യെസ്, ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ, ഭൂഗർഭ ജലചൂഷണം. എയർ പൊല്യൂഷൻ, വായു മലിനീകരണം. വാട്ടർ പൊല്യൂഷൻ, ജല മലിനീകരണം. അല്ലേ? ഈ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് നമ്മുടെ രാജ്യത്തെ ഇക്കണോമിക്കലി ഉയർച്ചയിലേക്ക് എത്തിച്ചു. പക്ഷേ ഇതിൻ്റെ ഫലമായുള്ള മലിനീകരണം രാജ്യം ഇന്നും നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. വാട്ട് ഈസ് പൊല്യൂഷൻ? Pollution is the undesirable consequences on the physical, chemical or biological characteristics of air, water and soil. അപ്പോൾ മലിനീകരണം എന്നാൽ എന്താണ്? വായു, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ സ്വഭാവ സവിശേഷതകളിലെ അനഭിലഷണീയമായ മാറ്റമാണ് മലിനീകരണം. ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ ഡെഫിനിഷൻ നന്നായി പഠിച്ചു വയ്ക്കണേ. പൊല്യൂഷൻ അഥവാ മലിനീകരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി വേരിയസ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ്, വിവിധ തരത്തിലുള്ള മലിനീകരണങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. മലിനീകരണങ്ങളെക്കുറിച്ചൊക്കെ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചതാണ്. എങ്കിലും ഒന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ഫസ്റ്റ്, എയർ പൊല്യൂഷൻ, വായു മലിനീകരണം. ദ സ്മോക്ക് എമിറ്റഡ് ഫ്രം ഇൻഡസ്ട്രീസ് വിച്ച് കണ്ടെയ്ൻ ടോക്സിക് ഗ്യാസസ് സച്ച് ആസ് സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് മീഥെയ്ൻ pollute the atmosphere. This poses a serious threat to nature and human health. ഫാക്ടറികളിൽ നിന്നും പുറത്തു വരുന്ന പുകയുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് എയർ പൊല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ആ പുകയിൽ വിഷവാതകങ്ങളായ സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥൈൻ എന്നീ വിഷവാതകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. അത് പ്രകൃതിക്കും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും വളരെ ഭീഷണിയായി മാറുന്നു. നെക്സ്റ്റ് പൊല്യൂഷനാണ് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. വേസ്റ്റ് വാട്ടർ ഡിസ്ചാർജ്ഡ് ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് ടോക്സിൻസ് ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രീസ് pollute rivers, lakes and other water bodies. It harmfully affects aquatic life and humans.
വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മലിനജലം, രാസവ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷാംശങ്ങൾ തുടങ്ങിയവയെല്ലാം നമ്മുടെ ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നു. ഇത് ജലജീവികളുടെയും മനുഷ്യരുടെയും ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു. മൂന്നാമത്തെ പൊല്യൂഷനാണ് സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനീകരണം. The waste and e-waste emitted from industries alter the natural structure of the soil. This has a detrimental effect on the agricultural sector and the environment. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളും ഈ വേസ്റ്റുകളും മണ്ണിൽ കലരുകയും മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരികയും ചെയ്യുന്നു. ഇത് കാർഷിക മേഖലയെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നു. അടുത്തത് നോയ്സ് പൊല്യൂഷൻ, ശബ്ദമലിനീകരണം. എക്സസീവ് നോയ്സ് എമിറ്റഡ് ഫ്രം ഇൻഡസ്ട്രീസ് അഡ്വേഴ്സ്ലി അഫക്ട്സ് the physical and mental health of the people in the surrounding areas. വ്യവസായശാലകളിൽ നിന്നും പുറത്തു വരുന്ന അമിതമായ ശബ്ദം പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത്രയുമാണ് പ്രധാനമായും ഉണ്ടാകുന്ന പൊല്യൂഷൻസ്. ഈ ഭാഗത്തു നിന്നും മലിനീകരണവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറിന് പുറമെ പോസ്റ്റർ മേക്കിംഗ് വരാറുണ്ട്. അപ്പോൾ അതൊന്ന് തയ്യാറാക്കി പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിസോഴ്സ് ഡിപ്ലഷൻ അഥവാ വിഭവശോഷണത്തെക്കുറിച്ചാണ്. അൺസയൻറ്റിഫിക് യൂസ് ഓഫ് റിസോഴ്സസ് ഇൻ ഇൻഡസ്ട്രീസ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു റിസോഴ്സ് ഡിപ്ലഷൻ ആൻഡ് എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ്. വ്യവസായശാലകളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിഭവങ്ങൾ അശാസ്ത്രീയമായി, അതായത് അൺസയൻറ്റിഫിക് യൂസ് ഓഫ് റിസോഴ്സസ് ഉപയോഗിക്കുന്നത് വിഭവശോഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് റിസോഴ്സ് ഡിപ്ലഷൻ? വിഭവശോഷണത്തിനുള്ള ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം. ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടൽ. ഡിപ്ലഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ റിസോഴ്സസ്, ജലസ്രോതസ്സുകളുടെയും ധാതു സ്രോതസ്സുകളുടെയും ശോഷണം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പഠിച്ചു വയ്ക്കണേ. വാട്ട് ഈസ് മൈഗ്രേഷൻ? എന്താണ് കുടിയേറ്റം? മൈഗ്രേഷൻ ഈസ് ദ പെർമനൻറ്റ് ഓർ ടെമ്പററി മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. ജനങ്ങൾ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ അല്ലെങ്കിൽ താൽക്കാലികമായോ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം. എന്തൊക്കെയാണ് കുടിയേറ്റത്തിനുള്ള കാരണങ്ങൾ? വാട്ട് ആർ ദ റീസൺസ് ഫോർ മൈഗ്രേഷൻ? മെച്ചപ്പെട്ട തൊഴിലിനു വേണ്ടി, ഫോർ ബെറ്റർ എംപ്ലോയ്മെൻറ്റ്. വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്കു വേണ്ടി, ഫോർ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. നല്ല ജീവിത സൗകര്യങ്ങൾക്കു വേണ്ടി, എ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇതിനൊക്കെയായി ആണ് എന്ത് കുടിയേറ്റം നടത്തുന്നത്. നേരത്തെ നമ്മൾ മൈഗ്രേഷൻ എന്താണെന്ന് പഠിച്ചല്ലോ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് അർബനൈസേഷൻ, നഗരവൽക്കരണം. Urbanization is the increase in size and population of cities as a result of migration from rural areas to urban areas and natural population growth in cities. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെയും നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെയും ഫലമായി നഗരവലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവാണ് എന്ത്? നഗരവൽക്കരണം അഥവാ അർബനൈസേഷൻ. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്, വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന്.
അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എയിംസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദിയർ ഓൺ നീഡ്സ്. ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. നമ്മുടെ ഭാവി തലമുറയ്ക്ക് കൂടിയുള്ളതാണ് എന്ത്? നമ്മുടെ ഭൂവിഭവങ്ങൾ അല്ലേ? അപ്പോൾ അവർക്ക് കിട്ടുന്നതിൽ കോട്ടം വരാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ. അതിനെയാണ് എന്ത് പറയുന്നത്? സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ? നോക്കൂ, വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക, അതായത് റീസൈക്ലിംഗ്. രണ്ടാമത്തേത് ഉപയോഗം കുറയ്ക്കുക, റെഡ്യൂസിങ് യൂസേജ്. മൂന്നാമത്തേത് പുനരുപയോഗിക്കുക, റീയൂസിങ് റിസോഴ്സസ്. അപ്പോൾ ഇതും നന്നായി ഒന്ന് പഠിച്ചു വയ്ക്കുക.